ഹലോ ഗൈസ്, ദിസ് ഈസ് മലബാർ ഫുഡി ഹിയർ. സോ ഇന്ന് നമ്മളുള്ളത് അൽദ്രഹം റെസ്റ്റോറൻ്റ് ആണ്. അൽദ്രഹം റെസ്റ്റോറൻ്റ് ഉള്ളത് ഹത്ത മുസേറയിലാണ് ഉള്ളത്. മുസേറ എന്ന് പറയുമ്പോൾ ദുബായിൽ നിന്നൊക്കെ വരുമ്പോൾ ഹത്തയിലോട്ട് പോകുമ്പോൾ അവിടുന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ മുസേറ കിട്ടും. സോ ഇന്ന് നമ്മളെ കൂടെ ഫുഡ് കഴിക്കാനുള്ളത് മലബാർ ഫുഡി ഗൈസ്. യെസ്, ഇന്നെന്താ പരിപാടി? നമ്മൾ ഏതെങ്കിലും സ്പെഷ്യൽ അടി. യെസ്. സോ സ്പെഷ്യല് നമുക്ക് നോക്കാം എന്തൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. ചിക്കൻ ദം ബിരിയാണി, ഫിഷ് ദം ബിരിയാണി, മട്ടൻ ബിരിയാണി. ഇവരിവിടെ സൺഡേസ് ഇതൊരു സൺഡേ സ്പെഷ്യലാണ്. ഇത് നമ്മളൊന്ന് വെറൈറ്റി ആണല്ലോ, ക്യാമൽ റോസ്റ്റ്. ഇത് നമ്മൾ പുറത്ത് ക്യാമൽ റോസ്റ്റ് കഴിക്കാം, ഓക്കെ, ബീഫ് ബിരിയാണി കഴിക്കാം, ഓക്കെ, ഫിഷ് ദം ബിരിയാണി കഴിക്കാം. ഓക്കെ. സോ ശരിക്കും നമ്മൾ ഈ ക്യാമൽ റോസ്റ്റ് ഒന്നും നമ്മളവിടെ പുറത്ത് ദുബായിൽ നിന്നും ദുബായിലില്ല, അലയിലും ഹത്തയിലും മാത്രമേ ഞാൻ കേട്ട്. ഓക്കെ. സോ ഒരു ഫാമിലി റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിള്ളേർ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് എത്ര പേരെ, 10 പേരാണെങ്കിലും 15ഉം 20ഉം ഒക്കെ ഇവിടെ പോകും. ഫാമിലി റൂം അവിടെ തട്ട നീക്കിയിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന ഫുൾ സെറ്റപ്പാണ് അല്ലേ പൈസ? അതെ 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 അതെ, ഫുൾ സെറ്റപ്പാണ്. നമ്മളെ എല്ലാ സ്പൈസും നാട്ടിൽ നിന്ന് വരുന്നതാണ്. അജിക്കോ, മന്ദാവൂർ, കക്കടിക്കൽ, എല്ലാതും കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച ഉൽപ്പന്നങ്ങളാണ്. സോ മായം കലരാത്ത ഭക്ഷണമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഒന്ന് ചില്ലിൻകൂട്ടിലുള്ളത് ഐനാസ് ഉണ്ട്, പിന്നെ പഞ്ചാബി സമൂസ, പഫ്സ് ഉണ്ട്. ഇതെന്താ സാധനം? ഇത് അതെ, പഫ്സ് ഹോം മെയ്ഡാണ്. ചട്ടിപ്പത്തിരി ഉണ്ട്, പഴംപൊരി ഉണ്ട്, പൊറോട്ട പൊരിച്ചത്, ചിക്കൻ ഫ്രൈ, എല്ലാതും ഉണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഉച്ചക്കത്തെ ഭക്ഷണമാണ്. എന്തൊക്കെയല്ലേ പറഞ്ഞോ? എന്താ വേണ്ടത്? നെയ്ച്ചോറ് ചിക്കൻ ചില്ലി. എനിക്ക് എന്താ വേണ്ടത്? വേറെ ക്യാമൽ റോസ്റ്റ് ഉണ്ട്, പിന്നെ മന്തി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, ക്യാമൽ ബിരിയാണി ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്. പൈസനെന്താ? ഗീ റൈസും ക്യാമലും. എനിക്കും ഗീ റൈസ് ക്യാമല്. എനിക്കെന്താ? ഓക്കെ. ഓ അപ്പൊ മുതല് FB. ഓക്കെ. ഫിഷ് ആക്കോറ, ഒരു ഫിഷ് ബിരിയാണി. സംഭവം നമ്മൾ ഓർഡർ ഒക്കെ ചെയ്തപ്പോ എന്തുണ്ടായി? പെട്ടെന്ന് ബസ് വന്നോടെ. ഓക്കെ. നമ്മള് UAE വന്നവര് ഇന്നോട്ട് അടിക്കുന്നവരൊക്കെ ഇവിടെ വരാറുണ്ട് ഭക്ഷണം കഴിക്കാൻ. സോ നമ്മൾ ഓർഡർ ചെയ്ത സമയത്താണ് ഇവരുടെ എത്തിയത്. അപ്പോൾ കുറച്ച് തിരക്കായി പോയി. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തു. എന്തായാലും നമുക്ക് തിരക്കൊന്നും ഒഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. യെസ്, ഉഷാറാക്കാം. പക്ഷെ ഉഷാറാക്കാൻ ഓക്കെ, ഒന്നുമില്ലെങ്കിലും ഒട്ടകം. എന്തൊക്കെയാണ് വേണ്ടത്? അനക്കെന്തായിരുന്നു വേണ്ടത്? പഴംപൊരും ബീഫും കിട്ടും. അനക്കെന്താ വേണ്ടത്? ചിക്കൻ ചില്ലി. അനക്കേതാ? ഓക്കെ, ക്യാമൽ റോസ്റ്റ്. ഇതിന് എന്തായി ഫുഡ് സെർവ് ചെയ്യാൻ പറ്റുമോ അവർക്ക്? ഓക്കെ അല്ലേ? ഓക്കെ. നമുക്ക് കിച്ചണില് എവിടെ വന്ന് നോക്കാം. സോ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. അതേതാ? അതന്നെ ഫിഷ്, ഒരു ചിക്കന്, ഗീ റൈസ്, നല്ല സ്പെഷ്യൽ മന്തി കേട്ടോ. ഇതിലെ ഇത് ബീഫ് ചില്ലി, ചിക്കൻ 65,
വിസൽ ക്യാമൽ എങ്ങനെയുണ്ട്? എന്താണ് ക്യാമലിനെ കുറിച്ചുള്ള അഭിപ്രായം? ക്യാമൽ കുറച്ചൊക്കെ ഒരു ബീഫും ഓക്കെ, കുറച്ചൊക്കെ വേറെ ഒരു ടേസ്റ്റ്. എല്ലാം ഗ്രേവിയാണ്, അടിപൊളി മസാല. ഇതും മോശമല്ല. നമുക്ക് നല്ല ഫിഷോ. നല്ല കൊണ്ടിട്ടോ 2 പീസ് ചിക്കൻ കഴിച്ചിട്ട് അഭിപ്രായം കഴിച്ചിട്ട് പറയണം. എങ്ങനെ തോന്നുന്നു? നാട്ടിലൊരു കല്യാണം ടേസ്റ്റ്. നമ്മുടെ നെയ്ച്ചോറും ഈ ബീഫ് ചില്ലി ചിക്കൻ ചില്ലി ഒക്കെ കോമ്പിനേഷൻ എന്താ പറയുക? നമ്മളെ പള്ളി കിട്ടൂല നെയ്ച്ചോറ്. ഓക്കെ, ഉള്ളത് പറഞ്ഞാൽ മതിട്ടാ. അത് കാര്യം ഓക്കെ ആര് സാധനം കിട്ടി വൈബ് കിട്ടി. ഓക്കെ, എന്ത് വൈബ്? ആ പള്ളി കിട്ടുന്ന ആ നെയ്ച്ചോറും നേരത്തെ ചോറും ആ പള്ളിക്കറിയും. ഓക്കെ, പിന്നെ ചിക്കൻ ചില്ലി പറയണ്ടല്ലോ, കണ്ടാൽ തന്നെ മനസ്സിലാവും. അതാണ്. കണ്ടാൽ മനസ്സിലാവില്ല, അത് പറഞ്ഞിട്ടൊന്നും വെച്ചാൽ ഏ, കണ്ടാൽ മനസ്സിലാവില്ല. അതെ, കണ്ടാ മനസ്സിലാവുന്ന പറഞ്ഞത്. നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ക്യാമൽ റോസ്റ്റ് ക്യാമലാണ് ഏറ്റവും പൊളി. അത് ഒരു പൊറാട്ട കൂടി കിട്ടിയാലോ, അതൊരു പൊറാട്ട കിട്ടിയാ പൊറോട്ട നമുക്ക് നോക്കാം. അവിടെ ചൂടോടെ പൊറോട്ട അടിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇന്നൊരു പൊറാട്ടയും പറഞ്ഞോ. ഓക്കെ. ഷെബീർ എങ്ങനെ ഭക്ഷണം എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാണ്, ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ അച്ചടി ഭാഷയാണോ? എന്താ ഇവിടെ നല്ല നാടൻ ചോറും കിട്ടൂട്ടാ. ഇനിയിപ്പോ ബിരിയാണി മാത്രല്ല. ഏത് ഐറ്റം? ബീഫ് ചില്ലി, ഡ്രൈ ബീഫ്. സ്പെഷ്യലാണ് ഓർഡർ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ മതി. നല്ല ചൂടുണ്ട്. അല്ല, ശരിക്കും അല്ല, ഉള്ളത് പറയണം. കഴിച്ചിട്ട് അതിന് അഭിപ്രായങ്ങൾ ഇതെന്നെ പറയണം. കഴിച്ചു, നല്ല രസമുണ്ട്. സോഫ്റ്റ് ചൂടുണ്ടാവും. ശരിട്ടോ. പിന്നെ നമ്മളെ സ്പെഷ്യൽ ഇത് പ്രീ ഓർഡർ ചെയ്യണം. ഇവിടെ നമുക്ക് ഫിഷ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തു, പക്ഷെ പ്രീ ഓർഡർ ചെയ്യണം. നമുക്കിഷ്ടമുള്ള ഫിഷ് സീ ബ്രീം, സീ ബാസ്, സാൽമൺ എല്ലാതും ഇവിടെ അവൈലബിൾ ആണ്. സോ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ല സാൽമണ് പിന്നെ ഒന്നും പറയാനുണ്ടാവില്ല. സാധനം കഴിച്ചോക്ക്. ഫിഷ് ഏതാ? ഇത് സാൽമൺ. കൊള്ളാലോ. നേരത്തെ ബുക്ക് ചെയ്തിരുന്നേ. ഇത് ഞാൻ പ്രീ ഓർഡർ ചെയ്തതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു വരണം, ഹോട്ടലിൽ മുന്നേ വിളിച്ച് പറഞ്ഞു വരണം. കാരണം ഈ സാൽമണൊക്കെ ആയ കാരണം അവർ ഫ്രഷ് ആയിട്ട് നമുക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. സാൽമൺ കഴിച്ചു നോക്കിട്ടാ. നല്ല രസമുണ്ട്. നല്ല സെറ്റ് പീസസ്, നല്ല സാൽമണും ചോറും കൂടിയിട്ടൊക്കെ നമുക്ക് പിടിച്ചാൽ. ആഹാ, ചോറുണ്ട്, സാൽമൺ, നല്ല തോരൻ ഇതൊക്കെ കൂടിയിട്ട് സാൽമൺ ഇവിടെ മെൽറ്റിംഗ് ആയിപ്പോയി. അതെന്താ റമീസ, കൈക്കല് കഴിഞ്ഞാ? അടുത്ത് പറഞ്ഞത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ഗ്രാം റോസ്റ്റ്,
ഒരു 65 ഒരു 90 ഹലോ ഒരു അടിച്ച് ചൂട് പൊറോട്ട ആ ചൂട് പൊറോട്ട ഉണ്ടല്ലേ നമുക്ക് നോക്കാം പൊറോട്ട നമുക്ക് അവിടെ കിച്ചണിൽ പോയി നോക്കാം ഒരു രതീഷ് സാധനം പോയല്ലോ എടാ അതേ സാധനം കഴിഞ്ഞ് ബസ് വന്നപ്പോ കാലിയായി രതീഷ്. അപ്പൊ നമ്മളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പൊ എന്താണ് മൊത്തത്തില് ഓവറോൾ എന്താ പാട്? ഫുഡ് രക്ഷയില്ല, ഒരെണ്ണോലും ബാക്കിയില്ല. അതെ എല്ല് ബാക്കി വിട്ടോണ്ടാ. ഓക്കെ സോ അപ്പൊ ദുബായി പോണവരൊക്കെ ദുബായിൽ നിന്ന് വരുന്നവരൊക്കെ തീർച്ചയായിട്ടും വന്ന് കയറുക, ട്രൈ ചെയ്യുക, കമന്റ് യുവർ ഫീഡ്ബാക്ക് ആൻഡ് ലൊക്കേഷൻ മുസൈറ, ഹത്ത മുസൈറ. അതായത് മസ്ഫൂത്ത് ഇവിടുന്ന് കുറച്ച് അപ്പുറത്താണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ എല്ലാവരും ഹോട്ടലിൽ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് റിവ്യൂ പറയുക. റിവ്യൂ നിങ്ങൾക്ക് ഗൂഗിളിൽ കണ്ട് കൊടുക്കാവുന്നതാണ്. സോ നമ്മൾ ഇതോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് ബൈ ഫ്രം മലബാർ ഫുഡി. ഓക്കെ വൈൻഡപ്പ് ചെയ്ത് ഭക്ഷണം കഴിച്ച് കണ്ണ് നിറഞ്ഞതാണ്.